അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ നോമ്പ് കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകൾ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഓരോ ഷോർട്ടൊക്കെ ആയിട്ട് നമ്മളെ ഫേസ്ബുക്ക് നിറഞ്ഞു നിൽക്കുന്നത്, എല്ലാവരും ലൈക്ക് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, ഒരുപാട് ഫോളോവേഴ്സായി അതുപോലെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പലവിധ ഫോളോവേഴ്സ് നമ്മോട് പലവിധ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്കൊരു വീഡിയോ വൈകാതെ നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, പിന്നെ സാധാരണ ഞാൻ യൂട്യൂബിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇത്തരം വീഡിയോകളൊക്കെ ഈ കശുമാവ് കൃഷി പിന്നെ ഇപ്പം നമ്മൾ നാട്ടിലാരും കൃഷി ചെയ്യാൻ മുതിരുന്നില്ല. ഒന്നാമത് അത് ലാഭമില്ലാത്തതുകൊണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലാഭമില്ലാതെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് നമുക്കൊരു സമയത്തെ നമുക്ക് ഈ അണ്ടി, നമ്മൾ കശുമാവ് അല്ലെങ്കിൽ കശുവണ്ടി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഈ കശുവണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കശുവണ്ടി നമുക്കൊരു ദീർഘകാല വിളയല്ല. നമ്മൾ ചില സമയത്ത് പൂക്കും, അത് മഴയോടുകൂടി അവസാനിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് വില ഇടിഞ്ഞു പോരുന്ന താഴോട്ട് വരുന്ന അവസാനം നല്ല മഴയാകുമ്പോൾ കശുവണ്ടി തീരെ എടുക്കാത്ത ഒരു അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനൊക്കെ ഒരു പോം വഴികൾ നമ്മുടെ സർക്കാരൊക്കെ മുന്നിട്ട് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ ഈ കശുമാവ് തോട്ടത്തിൽ ഏകദേശം ഒരു 50ഓളം തൈകളുണ്ട്. ഇത് വഡ് തൈകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 8 വർഷത്തോളം ഇതിന് പ്രായമുണ്ട്. നേരത്തെ ഞാൻ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ വീഡിയോ ആളുകൾ കണ്ടിട്ട് അതിനെ കമൻറ്റ് ചെയ്താറുണ്ട്, പലവിധ സംശയങ്ങൾ അവരൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഈ പറമ്പിലുള്ളത് 4 ഐറ്റം ഇനങ്ങളാണ് എനിക്ക് കശുവണ്ടിയായിട്ട് എനിക്ക് കിട്ടുന്നത്. ഏകദേശം ഡിസംബർ അവസാനത്തോടെ ഇത് പൂക്കുകയും കായ്ഫലം ലഭിച്ച് ഏകദേശം മെയ് മാസത്തോടു കൂടി അവസാനിക്കുന്ന രീതിയാണ് എൻ്റെ ഈ കശുമാവ് തോട്ടത്തിലുള്ള ഈ ഇത്തരം തൈകളുടെ പ്രത്യേകത. ഇത് ഏകദേശം ഒരു തൈകളിൽ നമുക്ക് കായ്ഫലം അല്ലെങ്കിൽ കശുവണ്ടി കിട്ടുന്ന ഏകദേശം ഒരു മാസം കൊണ്ട് നമുക്ക് ഒന്നിൽ നിന്ന് അതിന് വിളവെടുപ്പ് പൂർത്തിയാകുന്ന ഒരു സംഭവം. അങ്ങനെ ഏകദേശം 4ഓളം ഇനത്തിലാണ് എനിക്കിതിൽ കായ്ഫലം കിട്ടുന്നത്. ഈ 4ഓളം ഇനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസംബറിൽ പൂത്തത് ഈ ജനുവരി അവസാനത്തോടു കൂടി അത് അണ്ടി കഴിഞ്ഞ് വരിക. അതിനുശേഷം ഈ ഫെബ്രുവരി, ഇതിപ്പോൾ ഏകദേശം ഇന്ന് 25-ാം തീയതിയാണ്. ഈ ഫെബ്രുവരിയോട് പൂക്കുന്ന കുറേ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ പൂത്തത് അണ്ടിയായി നിൽക്കുന്നത്, അതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ കുറച്ചൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അവർ നമ്മൾ കൃഷിയിടത്തിലുള്ള സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലാതെ ഇതിൽ വേറെ കാര്യലാഭങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒഴിവും സമയങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ വീഡിയോ ആയിട്ടൊക്കെ പബ്ലിക് ചെയ്യുക. ജനങ്ങൾക്ക് ഒരുപക്ഷെ മറ്റുള്ള പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഫോളോവേഴ്സർക്ക് ഒരുപക്ഷെ ഇത് ഉപകാരങ്ങളുണ്ടാവാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്ന പറമ്പ്, അതായത് നമ്മൾ അവിടെ നമുക്ക് അത് റബ്ബർ കൃഷിയൊക്കെയാണെങ്കിൽ നമുക്ക് എല്ലാ മാസത്തിലും വരുമാനം കിട്ടും. ഇത്തരം ഈ കശുവണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങി പറഞ്ഞ ഒരു 3-4 മാസമാണ് ഇതിന് നമുക്ക് വരുമാനം കിട്ടുന്നത്. ബാക്കിയുള്ള 8ഓളം മാസത്തോളം നമ്മൾ വെറുതെ കിടക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഈ കശുവണ്ടി ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കശുവണ്ടി ഉണ്ടാകുന്ന ഏറ്റവും അനുയോജ്യമായ ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറമ്പാണ്. ഇപ്പോൾ എൻ്റെ ഈ കൃഷിസ്ഥലം മണ്ണെടുത്ത ഫ്ലോട്ടിൽ നിന്ന് അതിൻ്റെ അടിയിൽ ഇപ്പോൾ വെട്ടുകല്ലിൻ്റെ വെട്ടുപാറയാണ്. അപ്പോൾ കളച്ചാഞ്ഞാലൊന്നും താവില്ല. ഈ വെട്ടുപാറ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് സുലഭമായിട്ടുണ്ടാവും. അതിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടുന്ന ഒന്നും കൂടിയാണ്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത, ഈ വഡ് തൈകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം പൊങ്ങിപ്പോകില്ല. പൊങ്ങാതെ ഉയരമില്ലാതെ ഇങ്ങനെ നിലത്ത് കൂടി പടർന്ന് പന്തലിച്ച് ഇതിൻ്റെ ഈ ശിഖരങ്ങൾക്ക് ബലം കിട്ടാത്ത ഒരു ടൈപ്പാണ് ഈ വഡ് തൈകളുടെ പ്രത്യേകത. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ആനക്കയത്തുള്ള കൃഷി ഫാമിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അന്ന് ഏകദേശം ഇതിൻ്റെ ഈ ഫ്ലോട്ട് ഏകദേശം 1/2 ഏക്കർ സ്ഥലത്താണ് ഈ കശുവണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ 5 സ്ഥലത്ത് നമ്മൾ ഇതിൽ വാടക കോട്ടേഴ്സൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ അനിയന്. അപ്പോൾ അവർക്ക് കൊടുത്തതാണ് ആ പ്ലോട്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ 35 സ്ഥലത്തിലാണ് ഏകദേശം 40ഓളം തൈകൾ ഇപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. ഇത് ഏകദേശം 50ഓളം തൈകളുണ്ടായിരുന്നു. അപ്പം മുറിച്ച സ്ഥലത്ത് കൂടി 50-60ഓളം തൈകളുണ്ടായിരുന്നു. ബാക്കിയുള്ള 20 തൈകൾ മുറിച്ച് പോയി. പിന്നെ ബാക്കിയുള്ള ഈ 40ഓളം തൈകളാണ് ഇപ്പോൾ കൃഷി സ്ഥലത്തുള്ളത്. അപ്പോൾ അണ്ടിയായി വരുന്നത്. അണ്ടി ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട്, കുറച്ച് കിട്ടുന്നു തുടങ്ങുള്ളൂ. ഇപ്പോൾ ഏറി വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇപ്പോൾ ഈ ജനുവരി ഡിസംബർ അവസാനത്തിൽ പൂത്ത് ജനുവരി ഫെബ്രുവരി ആയപ്പോൾ ഞാൻ ഒരു തവണ കശുവണ്ടി വിൽക്കുകയൊക്കെ ചെയ്തിട്ടോ. ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് 145 രൂപയോളം വിലയൊക്കെ ഉണ്ട്. നല്ല വിലയുള്ള ടൈമാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷം ഇതേ എനിക്ക് ഈ 145 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. പിന്നീട് അത് 100 രൂപ
രൂപയായി, 90 രൂപയായി, 80 രൂപയ്ക്ക് വരെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അവസാനം അണ്ടി എടുക്കാഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ആ സ്റ്റോക്കൊക്കെ ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ അണ്ടികളൊക്കെ. അതൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ തോട്ടത്തിലെ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും ചെറിയ അണ്ടി മുതൽ വലിയ അണ്ടി വരെ നമുക്ക് കൃഷി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഫോളോവേഴ്സ് പലവിധ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ ഇപ്പോൾ എന്നെ ഇതിൽ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കശുവണ്ടിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വിലയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ ചോദിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വ്യക്തികൾ മാത്രമാണ് നമ്മളെ ആശയങ്ങൾ കൈമാറുന്നത്. നമ്മൾ ഫോളോവേഴ്സ് ചോദിക്കുന്ന ചോദ്യം അവർ എഴുതി വിടുകയാണെങ്കിൽ മറ്റുള്ള ഒത്തിരി ആൾക്കാർ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നാൽ അവർ കൂടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് എന്നും നമ്മൾ നൽകുന്ന ഉത്തരം എന്താണെന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ ചോദിക്കാതെ ഇത്തരം ഇത്രയും പ്ലാറ്റ്ഫോം കൂടിയൊക്കെ നമ്മൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്കും കൂടി അതൊരു ഉപകാരമാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അല്ലാതെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കാഞ്ഞിട്ടല്ല, പലരും നമ്മൾ അഡ്വൈസ് ചോദിക്കാറുണ്ട്. ഞാൻ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുകയാണ്. കാരണം എഴുതി ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് സൈലൻ്റായിട്ട് നിൽക്കുന്നത്. അല്ല വേറെ അതിലൊരു യാതൊരുവിധ ദുരുദ്ദേശവും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എഴുതി ചോദിക്കുകയാണെങ്കിൽ, ഫോൺ നമ്പർ ചോദിക്കാതെ എഴുതി ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും. നമ്മളിതിൽ ബിരുദം എടുത്ത ആളുകളൊന്നുമല്ല. കൃഷി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനുമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ബിരുദം എടുത്തവരോ അല്ലെങ്കിൽ സ്വയം തൊഴിലാക്കി കൊണ്ട് നടക്കുന്നവരല്ല. അത് നമ്മളെ ഐഡിയകൾക്ക് ഏതൊരാൾക്കും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത്തരം ഏത് കാര്യങ്ങളും നമ്മൾ ഭൂമിയിലോട്ട് ജനിച്ചു വരുമ്പോൾ നമ്മൾ ഒന്നും പഠിക്കാതെയാണ് വരുന്നത്. പിന്നീടാണ് നമ്മളിതൊക്കെ വിജ്ഞാനം നേടി നമ്മൾ അറിവുള്ളവരായിട്ട് നമ്മൾ ഓരോ വീഡിയോസുകൾ കണ്ട് അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസ് നമുക്ക് നേടി നമ്മൾ ഓരോ വേദിയിലെത്തുന്നത്. അതുപോലെ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഐഡിയകളുണ്ടാവാം. നിങ്ങളതായിട്ടുള്ള ഐഡിയകൾ ഇത്തരം പ്ലാറ്റ്ഫോം കൂടി നമുക്ക് പ്രദർശിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നേരെ എൻ്റെ ഈ കശുമാവും തോട്ടത്തിലെ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഞാനും പറഞ്ഞില്ലേ 4ഓളം ഇനത്തിൽപ്പെട്ട കശുമാവും തൈയാണ്. ഇതിൻ്റെ അണ്ടികളൊക്കെ നമ്മൾ ഈ കശുവണ്ടി ഇപ്പോൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. മാങ്ങ പഴുത്ത് വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിതിൽ നിന്ന് കശുമാങ്ങ പറിച്ചിരുന്നു. ഇപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് അത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒന്നൊക്കെയാണ് കശുമാങ്ങ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോ തൈകളും അവനവൻ്റെ വീട്ടിലൊക്കെ നട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പഴങ്ങളൊക്കെ ഭക്ഷിക്കാം. അതുപോലെ തന്നെ ഇത്തരം കശുവണ്ടികളൊക്കെ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ്, നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും ഈ അണ്ടിപ്പരിപ്പ് എന്ന സാധനം ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫാക്ടറികളൊക്കെ കിടക്കുന്നത് നമുക്ക് പറയുന്നുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ ഇത് ഇത്തരം ഇനങ്ങൾ കണ്ടോ, ഇത് 4 ഇനങ്ങൾ ഇതിൽപ്പെട്ട ഒരു മീഡിയം ലെവലുള്ള കശുവണ്ടിയാണ്. ഇതിൻ്റെ കശുവണ്ടിയുടെ അല്പം വലുതാണ്. ഇതിലേറെ വലുത് നമ്മൾ ഈ തോട്ടത്തിൽ കാണാം. അതിപ്പോൾ ആയി വരുന്നുള്ളൂ. ഞാൻ ഏതായാലും പച്ച നിറത്തിലുള്ളതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ആ ഉള്ളിൽ കൂടി നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, സൂം ചെയ്താൽ കിട്ടോ എന്നും അറിയില്ല. ആ എൻഡിലൊക്കെയാണ് സൂം ചെയ്തുകൊണ്ട് കാണുന്നത്. ഓക്കെ, അതാണ് ഇത്തരം ഇനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ചുകൂടി വലുതായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഒരു അണ്ടി തന്നെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇത് ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് ഇതിൻ്റെ അണ്ടി. ഇതിൻ്റെ ഈ കശുവണ്ടി ഏറ്റവും ഉള്ളത് ഇപ്പോൾ ഈ പച്ച നിറത്തുള്ള തന്നെ ഒരുപാട് വലിപ്പം സ്പ്രെഡ് ചെയ്ത ഈ മരം മൊത്തത്തിൽ അത്ര വലിയ കശുവണ്ടിയാണ് നമുക്ക് കാണുക. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി മരങ്ങൾ ഇനത്തിലുള്ള ഒരുപാട് ഇനങ്ങൾ ഇത്രയും വലിയ സൈസുള്ള കശുവണ്ടി ഇവിടെ ഒരുപാട് ഈ തോട്ടത്തിലുണ്ട്. അതിൻ്റെ എന്താണോ ചെറുതായിട്ട് വരുന്നത് ആണ് ഇതിൽ കാണുന്നുണ്ടോ. ഇതൊക്കെ ഇനത്തിൽപ്പെട്ടാണ്, ചെറിയ ഇനം ഉണ്ടോ. നമുക്ക് കശുവണ്ടി ഒരു കുറച്ചും സൂം ചെയ്ത് കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കോമ്പലയായിട്ട് നിൽക്കുന്നുണ്ടോ ഒക്കെ അല്ല. ഇത് ഈ മരത്തിലൊക്കെ വിളവെടുപ്പ് ആവുന്നുള്ളൂ കേട്ടോ. ഇത് മൊത്തത്തിൽ ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത് ഇപ്പോൾ കാണാം. മൊത്തത്തിൽ ഈ തോട്ടം മൊത്തത്തിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. ഒക്കെ അല്ല അവിടെയൊക്കെ പൂത്ത് കേട്ടോ. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കശുമാങ്ങനെയൊക്കെ അവിടെ സൂം ചെയ്യുമ്പം കാണാൻ കഴിയും.
ലോങ് ആയതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കാണുന്നു കേട്ടോ. അങ്ങനെ ഇതങ്ങനെ ഈ പറഞ്ഞ 35 സ്ഥലത്താണ് ഈ കശുമാവും തോട്ടമുള്ളത്. വ്യത്യസ്ത ഇനങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക.